നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷം കൂടുതൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബൈലേറ്ററൽ സീരീസുകൾ നടക്കുന്നില്ല. നമുക്കാകെ ലഭിക്കുന്ന ഇന്ത്യ പാക് മത്സരങ്ങൾ ICC ഈവൻറ്റുകളിലും അതുപോലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിലുമാണ്. ഇപ്പോൾ ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നു. ഇന്ത്യ മികച്ച രൂപത്തിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി. ഇനിയിപ്പോൾ ഈ വർഷം വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ACCയുടെ ഏഷ്യ കപ്പ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. അതിൻ്റെ വിവരങ്ങളിപ്പോൾ ക്രിക്ബസ് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും മാക്സിമം 3 കളികൾ വരെ ഈ വർഷത്തിൻ്റെ അവസാന ഭാഗത്ത് പരസ്പരം ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്. UAEയിലായിരിക്കും മിക്കവാറും ആ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. ഏഷ്യ കപ്പിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റ് ഇത്തവണ നടക്കുന്നത് T20 ഫോർമാറ്റിലാണ്. 8 ടീമുകൾ പങ്കെടുക്കും. 19 മത്സരങ്ങളായിരിക്കും ആകെ ടൂർണമെൻറ്റിൽ ഉണ്ടാവുക. സെക്കൻഡ് ആൻഡ് ഫോർത്ത് വീക്ക് ഓഫ് സെപ്റ്റംബറിലായിരിക്കും ബിറ്റ്വീൻ ദി സെക്കൻഡ് ആൻഡ് ഫോർത്ത് വീക്ക് ഓഫ് സെപ്റ്റംബർ എന്നാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ 2ാമത്തെ ആഴ്ച മുതൽ 4ാമത്തെ ആഴ്ച വരെ ആ ഒരു സമയത്തായിരിക്കും ടൂർണമെൻറ്റ് നടത്തുക എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഒറിജിനലി ഈ ടൂർണമെൻറ്റിൻ്റെ ഹോസ്റ്റുമാരായിട്ട് വേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് അലോട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഡൈനാമിക്സ് നമുക്കറിയാമല്ലോ. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് അവർ നിലപാടെടുത്തു. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ACC ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഈ കളി ന്യൂട്രൽ വെന്യൂവിൽ നടത്താനാണ്. അപ്പം വെന്യൂ ഇനിയും ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒന്നുകിൽ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ UAEയിലോ ആയിരിക്കും ടൂർണമെൻറ്റ് നടക്കുക എന്നാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട്. BCCI തന്നെയായിരിക്കും ഡെസിഗ്നേറ്റഡ് ഹോസ്റ്റുമാരായിട്ടുണ്ടാവുക. ഈ ഒരു ഡിസിഷൻ ഇപ്പോൾ ACC എടുത്തിരിക്കുന്നത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ വരുന്ന ടൂർണമെൻറ്റ്, അതായത് ഏഷ്യ കപ്പിൻ്റെ ടൂർണമെൻറ്റ് ഇന്ത്യക്ക് നടത്താനുള്ള ടേൺ വരുമ്പോഴും പാകിസ്ഥാന് നടത്താനുള്ള ടേൺ വരുമ്പോഴും അത് ന്യൂട്രൽ വെന്യൂവിൽ നടത്താനാണ് ഇപ്പോൾ ACC തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുബായിൽ ഇപ്പോൾ നമുക്കറിയാം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡലാണ്. ഇന്ത്യ ദുബായിൽ മാത്രം കളിക്കുക എന്നുള്ളതാണല്ലോ രീതി. അതുപോലെ തന്നെ അടുത്ത T20 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയിലേക്ക് വരാത്ത രൂപത്തിലായിരിക്കും കളിക്കുക. ഒരു ഹൈബ്രിഡ് മോഡലായിരിക്കും അത് നടക്കുക. പക്ഷേ ഏഷ്യ കപ്പിൽ അങ്ങനെ ഹൈബ്രിഡ് മോഡലില്ല. പകരം ന്യൂട്രൽ വെന്യൂവിൽ മൊത്തമായിട്ട് ടൂർണമെൻറ്റ് നടത്തുക എന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ ഈ മത്സരങ്ങൾ നടത്താൻ തീരുമാനിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ 8 ടീമുകളാണ് ഈ T20 ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പിൽ മത്സരിക്കുക. ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE, ഒമാൻ, ഹോങ്കോങ്, പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും. അങ്ങനെ 8 ടീമുകളായിരിക്കും ഉണ്ടാവുക. ഇതിൽ നോട്ടബിൾ ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ നേപ്പാളാണ്. നേപ്പാൾ ഇപ്പോൾ മികച്ച രൂപത്തിൽ കളി പുരോഗമിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഈ ടൂർണമെൻറ്റ് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും പാകിസ്ഥാനും ഇന്ത്യയും സെയിം ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൽ ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും. 4 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾ സൂപ്പർ 4 സ്റ്റേജിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്യും, ക്വാളിഫൈ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് സ്റ്റേജിൽ പരസ്പരം ഒരു കളി വരും. ദെൻ 2 ടീമും മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ സൂപ്പർ 4 സ്റ്റേജിൽ വീണ്ടും 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും. 2 ടീമും ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും ഫൈനലിലും ഈ 2 ടീമുകൾ എത്തും. അങ്ങനെ ഏറ്റുമുട്ടും. അങ്ങനെ 3 ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വരെ വരാൻ സാധ്യതയുള്ള രൂപത്തിലാണ് ഈ ടൂർണമെൻറ്റ് നടക്കുക എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ 4 ഏഷ്യ കപ്പുകളാണ് കറണ്ട് സൈക്കിൾ 2031 എൻഡ് ചെയ്യുന്നത് വരെ തീരുമാനിച്ചിരിക്കുന്നത്. 2025 എഡീഷനിൽ 19 മത്സരങ്ങളുണ്ടാവും. T20I ഫോർമാറ്റിലാണ് നടക്കുക. 2027 എഡീഷൻ ബംഗ്ലാദേശിൽ നടക്കും. അത് ODI ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ 13 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമുള്ള ടൂർണമെൻറ്റ് T20 ഫോർമാറ്റിലായിരിക്കും. 19 ഗെയിമുകൾ ഉണ്ടാവും. PCB ആയിരിക്കും അതിൻ്റെ ഹോസ്റ്റ്. അപ്പോൾ അതും ന്യൂട്രൽ വെന്യൂവിലായിരിക്കും നടക്കുക. ഫൈനലി 2031 എഡീഷൻ ODI ഫോർമാറ്റിലായിരിക്കും. അതിൽ 13 മത്സരങ്ങളായിരിക്കും ശ്രീലങ്കയിലായിരിക്കും നടക്കുക എന്ന വിവരം കൂടി ഇപ്പോൾ ക്രിക്ബസ് പുറത്തുവിടുന്നുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ. ഇനി ഇതൊന്ന് നമ്മൾ ക്രോഡീകരിച്ച് ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊന്ന് നോക്കാം. ഇപ്പം സെപ്റ്റംബറിൽ ഈ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏഷ്യ കപ്പ് നടക്കുക
സെപ്റ്റംബറിലായിരിക്കും. T20I ഫോർമാറ്റിലായിരിക്കും. 8 ടീമുകളുണ്ടാവും. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ, UAE ആൻഡ് ഹോങ്കോങ്. 19 മത്സരങ്ങളായിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം 3 മത്സരങ്ങൾ വരെ വരാനുള്ള സാധ്യതയുണ്ട്. UAEയിലോ ശ്രീലങ്കയിലോ ആയിരിക്കും കളികൾ ഉണ്ടാവുക. സെപ്റ്റംബർ 2nd വീക്ക് ടു സെപ്റ്റംബർ 4th വീക്ക് അതിനിടയിലായിരിക്കും കളികൾ ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.